നെഗറ്റീവായിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല. അതിപ്പോൾ ഒരു വർഷം കണ്ട എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുമായിരിക്കും. കൽക്കി ദ യൂണിവേഴ്സ് ഉണ്ട്, എല്ലാവരും കാണാൻ അടിപൊളി സിനിമയാണ്. 3D ഷോ കഴിക്കാനാണ് വിചാരിച്ച. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. റോമാഞ്ചൻ ടൈപ്പ് മൂവിയാണ്, കാണാൻ നല്ല രസമാണ്. കുഴപ്പമില്ല, കൊള്ളാം. നല്ല സിനിമയാണ്. VFX ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. 3D ഒക്കെ സെറ്റാണ്, ഒരു രക്ഷയില്ല. ശരിയാണ്. ഇല്ലാടോ, അടിപൊളി പടം. അവസാനം പ്രഭാസ് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കൊള്ളായി, നല്ല പടമായിരുന്നു. അഭിനയം എല്ലാവരും കൊള്ളായിരുന്നു. കാസ്റ്റിംഗ് ഒക്കെ നൈസായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ല പടമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്ന പോലെ തോന്നിയായിരുന്നു. പക്ഷേ ഓവറോൾ ഇച്ചിരി ലോങ് ആയിരുന്നു ഫിലിം. ബട്ട് നല്ല ഫിലിമായിരുന്നു. ഇല്ല, നല്ല പടമായിരുന്നു. പ്രഭാസ് നല്ലതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, ബട്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അടിപൊളി പടം. നല്ല പടം. സൂപ്പർ നൈസ് മൂവി. നല്ല പടം, നല്ല അടിപൊളി പടം. അടിപൊളി നല്ല സിനിമയാണ്. കാരണം 600 കോടി രൂപയ്ക്ക് ഈ സിനിമ നിർമ്മിച്ചെങ്കിൽ അത് ഫുള്ള് കാണാനുണ്ട്. കാരണം ആസ് ഇന്ത്യൻ സിനിമ ഇത് നമുക്ക് ഭയങ്കര പ്രതീക്ഷ നൽകുന്ന സിനിമയാണ്. കാരണം ഇത് മിത്തോളജിയും കൂടെ ആഡ് ചെയ്താണ് അവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. പക്ഷേ മിത്തോളജി കൂടെ ആഡ് ചെയ്താൽ പോലും അത്ര ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. കൽക്കി ദ യൂണിവേഴ്സ് ഉണ്ട്, എല്ലാവരും കാണാൻ അടിപൊളി സിനിമയാണ്. 3D ഷോ കഴിക്കാനാണ് വിചാരിച്ച. ആദ്യം കുറച്ച് ഷോക്കായിട്ട് ഫീൽ ചെയ്ത്, പിന്നെ 3D ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. 3D കണ്ടാലും കുഴപ്പമില്ല. ഡബും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമ കാണാം. കൊള്ളായിരുന്നു, വളരെ നന്നായിരുന്നു. അഭിനയം കൊള്ളായിരുന്നു. ഭയങ്കര പവർഫുൾ ആക്ടിങ്ങും ടെക്നോളജിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 3D അടിപൊളിയായിരുന്നു. മൂവി കൊള്ളായിരുന്നു. ലോട്ട്സ് ഓഫ് ആക്ഷൻ ആൻഡ് ഓൾ. ഐ ലൈക്ഡ് ഇറ്റ്. അടിപൊളി മൂവി, നല്ല മൂവി, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സൂപ്പർ, അടിപൊളി. സൂപ്പർ പടം. പ്രഭാസ് കാണാൻ നല്ല രസമാണ്. കുഴപ്പമില്ല, രസമാണ്. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. ഓവറോൾ കൊള്ളാം, സൂപ്പർ പടം. 3D കാര്യങ്ങളൊക്കെ സെറ്റാണ്. നല്ല പടമായിരുന്നു. പ്രഭാസും കൊള്ളാം. ഓവറോൾ നല്ല പടമാണ്. അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ കമൽ ഹാസൻ എല്ലാവരും നല്ല റോൾ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല റോമാഞ്ചൻ ടൈപ്പ് മൂവിയാണ്. മോയിത്രേനായിട്ട് വന്നത് റോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ പ്രഭാസിൻ്റെ അഭിനയം കൊള്ളാം. അടിപൊളി മൂവിയായിരുന്നു. എക്സ്പെഷ്യലി അതിൻ്റെ സ്ക്രീൻ പ്ലേ, നമ്മുടെ പഴയ മിത്തോളജിയും ഫ്യൂച്ചറും കൂടെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് പ്രഭാസിൻ്റെ ഒരു കംബാക്കാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ബോഡി ആയാലും മൊത്തത്തിൽ. പിന്നെ അമിതാഭ് ബച്ചൻ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല പറയാൻ. നെഗറ്റീവായിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല. അതിപ്പോൾ ഒരു വർഷം കണ്ട എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുമായിരിക്കും. പക്ഷേ പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ എക്സ്പെഷ്യലി അതിൻ്റെ സിനിമോട്ടോഗ്രഫിയാണ്. 3D എഫക്റ്റിൽ നമുക്കൊരു ഇന്ത്യൻ സിനിമ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് എനിക്ക് തോന്നി. സോ ദാറ്റ്സ് അമിതാഭ് ബച്ചൻ. എനിക്കങ്ങനെ തോന്നിയില്ല. നല്ലൊരു സ്ക്രീൻ പ്ലേ ആണ്. അതിൽ മനസ്സിലാകാത്തതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഓരോരുത്തർക്ക് അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടല്ലോ. അടിപൊളിയായിരുന്നു. 3D തന്നെ കാണണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെയൊന്നും തോന്നിയില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും സിനിമ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. 3D കാണുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വിഷ്വൽ എഫക്ട്സ് ഒക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. സോ 3D കാണുന്നതായിരിക്കും നല്ലത്.